ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്തൊന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ എൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ലോ എടുക്കുമ്പോൾ നമുക്ക് എൻട്രി എക്സിക്യൂട്ട് ചെയ്യാം. ഇതൊരു ഇന്നത്തെ ഡേ ലോ ടാപ്പ് ചെയ്തതിന് ശേഷമുള്ള ഒരു അഗ്രസീവായിട്ടുള്ളൊരു എൻട്രിയാണ്. ഓൾമോസ്റ്റ് ടാർഗറ്റ് 50 മുകളിലുണ്ട്. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് 1:5 എന്ന റേഞ്ചിൽ കിട്ടും. എന്തായാലും നമുക്ക് എൻട്രി വരുന്നുണ്ട്. എൻട്രി എടുക്കാം. ഓൾറെഡി 24,700 ഒരു കോൾ ഓപ്ഷനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബൈ ചെയ്യാം. നമ്മുടെ എൻട്രി ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എൻട്രി കിട്ടിയത് 33.45 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു 6 പോയിൻറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 390-400 നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനും ലോസ് വരും. ഞാൻ എന്തായാലും ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് കാണിച്ചു തരാം. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രേഡിലൂടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഒരു 390 നമുക്കൊരു ലോസ് വന്നിട്ടുണ്ട്. എൻട്രി എക്സിറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 33.45 കിട്ടിയ എൻട്രി 27.45 സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ മാർക്കറ്റ് മുകളിലോട്ട് പോകാതെ താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി താഴേക്കൊരു എൻട്രി കിട്ടണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഇന്ന് എക്സ്പയറി ഡേയും കൂടി ആയതുകൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 12 മണി കഴിയുന്നതിന് പിന്നെ ട്രേഡ് എടുക്കുന്നതുമല്ല. അതിക്ക് മുന്നേ എന്തെങ്കിലും ഒരു ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, താഴേക്കൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ IDX ടാപ്പ് ചെയ്തപ്പോൾ തന്നെ എടുത്ത എൻട്രിയാണ്. നമ്മുടെ പ്രോപ്പർ സെറ്റപ്പ് ഫോം ആകാൻ വേണ്ടി വെയിറ്റൊന്നും ചെയ്തില്ല. കാരണം ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് വരുമെന്ന് എക്സ്പെക്റ്റേഷനാണ് എടുത്തേക്കുന്നത്. നമുക്ക് ടാർഗറ്റ് പ്രീവിയസ് ഡേയിൽ ഒരു 50 മിനിറ്റ്സ് IDX താഴെയുണ്ട്, 24,136 റേഞ്ചിൽ. പക്ഷെ നമുക്ക് ആ സിംഗ് ലോ വരെ വെയിറ്റ് ചെയ്തിട്ട് അവിടുത്തെ പ്രൈസ് ആക്രമിച്ച് നോക്കിയിട്ട് നമുക്ക് ആ സിംഗ് ലോയിൽ നിന്നും എക്സിറ്റ് ചെയ്യണം. കാരണം എക്സ്പയറി ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് പെട്ടെന്ന് മുകളിലോട്ട് മൂവ് ചെയ്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് കാണിച്ചു തരാം.
ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 253 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 1:2 നിയർലി 1:2 ആയിട്ടുള്ളൂ. എക്സാക്റ്റ് 1:2 ആയിട്ടില്ല. 43.40 കിട്ടിയ എൻട്രി 53.30 എക്സിറ്റ് ചെയ്തു. 11.4 എടുത്ത എൻട്രി 11.33 ആയപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിന് മുകളിലായി. കാരണം ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് നമുക്ക് അധികം നേരം വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. പ്രീമിയം മെൽറ്റായി സ്റ്റോപ്പ് ലോസ് അടിക്കാനും ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ ഈ സിംഗ്ലോൻ്റെ അടുത്ത് വരെ എത്തിയപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അവിടെ എത്താതെ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തു. നിങ്ങൾക്കിവിടെ കാണുന്നതായിരിക്കും. ഈ ഒരു സിംഗ്ലോ ടാപ്പ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റ് അത് ടാപ്പ് ചെയ്യാതെ പിന്നെയും മുകളിലോട്ട് പോയി. മുകളിലോട്ട് കുറച്ച് മൂവ് ആയപ്പോൾ തന്നെ നമ്മുടെ എൻട്രി ഏരിയയുടെ അടുത്തെത്തി. ഞാനത് അവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ എഗെയിൻ മാർക്കറ്റ് താഴേക്ക് ഫോളായി. പക്ഷേ ഫോളായെങ്കിലും ആദ്യം വന്ന ആ ഏരിയയുടെ അടുത്ത് വരെ വന്നെങ്കിലും മാർക്കറ്റിൻ്റെ പ്രീമിയം അത്ര അങ്ങോട്ട് മൂവ് ആയില്ല. ഫസ്റ്റ് മാർക്കറ്റ് ഒരു 56 റേഞ്ചിലൊക്കെ വന്നതാണ്. പക്ഷേ രണ്ടാമത് മാർക്കറ്റ് എത്തിയപ്പോൾ ഏകദേശം സ്പോട്ടിൽ സെയിം ഏരിയയിലെത്തിയപ്പോൾ മാർക്കറ്റ് പ്രീമിയത്തിൽ 52 ആ ഒരു റേഞ്ചിലാണ് എത്തിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു ലോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് വെച്ചു. നമ്മളിപ്പോൾ എക്സിറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാക്റ്റ് ഒരു 1:3 അടുത്തും മാർക്കറ്റ് മൂവായും ചെയ്തു. കുഴപ്പമില്ല, നമ്മുടെ ലോസ് കവർ ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരുപാട് നേരം നമുക്കവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാനും പറ്റില്ല. പെട്ടെന്ന് തന്നെ അപ്സൈഡിലോട്ട് മൂവ് ആവാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ സമയം ഇത്ര ആയതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ട്രേഡൊന്നും എടുക്കുന്നതല്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒന്നും കൂടി മുകളിലോട്ട് പോയിട്ടായിരിക്കും നമ്മൾ ആദ്യം വെച്ച ടാർഗറ്റ് ഇല്ലേ 24, 137, 136 റേഞ്ച്, അവിടം വരെ മാർക്കറ്റും വരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷമായിരിക്കും അവിടെ വന്നത്. ഇപ്പോൾ ഒരു സിംഗിലോ ടാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഒന്നും കൂടി മുകളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. മുകളിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൻട്രി ഒന്നും ഉണ്ടാകുന്നതല്ല. നമുക്കിനി നാളെ മറ്റൊരു ട്രേഡുമായി കാണാം. ഓക്കെ, ബൈ.